ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഏതെങ്കിലും ഒരു മയ്യത്തോ മയ്യത്തിന്റെ കഷ്ണമോ കിട്ടിയാൽ അവിടെ ദർഗയുണ്ടാക്കി, ജാറമുണ്ടാക്കി, കുബ്ബയുണ്ടാക്കി, ആണ്ട് നേർച്ച കഴിച്ച് ഉറൂസ് കഴിച്ചിട്ട് ലക്ഷങ്ങൾ വിടുങ്ങുന്ന മുസ്ലിയാക്കളെ, തങ്ങന്മാരെന്ന് പറഞ്ഞു നടക്കുന്നവരെ, നിങ്ങൾക്ക് മുസ്തഫയുടെ ഇസ്ലാമുമായിട്ടുള്ള ബന്ധമെന്ത്? അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞോ? മറിച്ച് പാടില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ സിയാറത്തിന്റെ പേരിൽ ഒരു ഖബറും ഉയർത്താൻ പറഞ്ഞിട്ടില്ല, പാടില്ലെന്നാ പറഞ്ഞത്. തൊടാൻ പാടില്ല, ചുംബിക്കാൻ പാടില്ല, വിളക്ക് കൊളുത്തുന്നവരെ ശപിച്ചിരിക്കുകയാണ്, പട്ടുമൂടാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞാൽ പലപ്പോഴും എത്ര ഗൗരവമാണ് നിങ്ങൾ അതിനൊക്കെ കാണുന്നത്. ഒരു ഗൗരവവും കാണാതെ പോയതിന്റെ തെളിവല്ലേ? മരിക്കാൻ നേരത്ത് പോലും ഇത് പാടില്ലെന്ന് പറഞ്ഞിട്ട് അതേ മുസ്തഫയുടെ അനുയായികളാണെന്ന് പറയുന്ന നിങ്ങൾ എവിടെയെങ്കിലും ജാറം കിട്ടുമോ? ലേലത്തിന് വകയുണ്ടോ? അത് വരുമാനത്തിന് വകയാക്കാൻ എന്തെല്ലാം വഴിയുണ്ടോ? അതുകൊണ്ടല്ലേ ഒരാൾ മരിച്ചാൽ പിടിയും വലിയുമാണ്. എനിക്ക് കിട്ടണം മയ്യത്ത്. ഈ പള്ളിക്കാർ പറയും ഞങ്ങൾക്ക് കിട്ടണം മയ്യത്ത്. ഇത് വമ്പൻ ബിസിനസ് ആണ്. കാരണം ഇതിന് ക്യാപിറ്റൽ വേണ്ട, മുതൽ മുടക്ക് വേണ്ട. ഒരു 10 കല്ല് കിട്ടിയാൽ, ഒരു ചട്ടി സിമന്റ് കിട്ടിയാൽ, അതുപോലെ അതിന്മേലൊരു പച്ചത്തുണി വിരിച്ച് അതുപോലെ തന്നെ വിളക്കും കൊടുത്തിയാൽ, പിന്നെ ഇങ്ങനെ ഏജൻസികൾ കറാമത്ത് അങ്ങനെ പ്രചരിപ്പിക്കലായി, പിന്നെ ആണ്ടുതോറും നേർച്ചയായി, പിന്നെ ഉറൂസുകളായി, പിന്നെ ലക്ഷങ്ങൾ പിടുങ്ങലായി, പിന്നെ അവിടെ വരുന്ന എല്ലാവർക്കും കുട്ടികളായ കഥയായി, അവിടെ വന്ന രോഗികൾക്കൊക്കെ രോഗം മാറിയ കഥയായി. അങ്ങനെ ഖബറിനെ തൊടാൻ പാടുണ്ടോ? ചുംബിക്കാൻ പാടുണ്ടോ? ഇത് തനിച്ച യഹൂദിയുടെ സംസ്കാരമാണെന്ന് ഞാനല്ല പറയുന്നത്. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ അദ്ദേഹത്തിന്റെ കിതാബിൽ കാണാം, വൈദാ സാറ ഖബറാ, ഖബർ സന്ദർശിക്കുന്ന വേളയിൽ ലാ യദഉ യദഹു അലൈഹി, ഖബറിന്മേൽ നീ കൈവക്കരുത്. വലാ യുഖബ്ബിലുഹു, ആ ഖബറിനെ നീ ചുംബിക്കരുത്, മുത്തരുത്. ഫഇന്നഹു അദത്തുൽ യഹൂദ്, അത് തനിച്ച യഹൂദിയുടെ കൾച്ചറാണ്, അത് തനിച്ച യഹൂദിയുടെ സംസ്കാരമാണ്. ആലോചിച്ചു നോക്കൂ. എന്നിട്ട് ഖബറിന് പോയിട്ട് എല്ലാ പരിപാടിയും ചെയ്യാ, വിളക്ക് കൊടുക്കുക, ജാറം മൂടുക, പെട്ടിയിൽ പൈസ ഇടുക. എന്താ ചിന്ത? ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്താൽ എന്താവശ്യത്തിനാ ഞാൻ ഇവിടെ വന്നത് എന്ന് ഇവർക്ക് അറിഞ്ഞ് ഇവർ അള്ളാഹിനോട് റെക്കമെൻഡ് ചെയ്ത് കാര്യം നേടിത്തരും. ഈ വിശ്വാസത്തിലല്ലേ ഉറൂസിന് പോണത്? ഇതിനല്ലേ ഈ ജാറും ദർഗയിലേക്ക് പോകുന്നത്? ഇത് തനിച്ച അറബി മുശ്രിക്കുകൾ വിഗ്രഹത്തിന്റെ മുമ്പിൽ ചെയ്ത അതേ കാര്യത്തിന് തുല്യമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന തഫ്സീർ റാസിയിലില്ലേ? വനദീറുഹു ഫീ ഹാദസ് സമാൻ ഇഷ്തിഗാലു കസീർ من الخلق بتعظيم قبور الأكابر على اعتقاد أنهم إذا عظموا قبورهم فإنهم يكونون شفعاء لهم عند الله. അറേബ്യൻ മുശ്രിക്കുകൾ അവരുടെ വിഗ്രഹത്തിന്റെ മുമ്പിൽ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ട് ശേഷം പറയുകയാണ്, ഇതുപോലെയാണ് നമ്മുടെ കാലത്തും ചില ആളുകൾ. തഫ്സീർ റാസി എഴുതുന്ന കാലത്ത് പറയാണ്, ഇന്നുമുണ്ട് ചില ആളുകൾ, കുറെ ആളുകൾ അതാ പല പടപ്പുകളുടെയും ഖബറിന്റെ സമീപത്ത് പോയിട്ട് പല പ്രവൃത്തികളും അവർ ചെയ്യുന്നു. എന്താണ് അവരുടെ വിശ്വാസം? അവർ ഈ ഖബറുകളെ ഇങ്ങനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ആ ഖബറിലുള്ള ആളുകൾ അല്ലാഹുവിനോട് കാര്യം പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത് നേടിത്തരും എന്ന വിശ്വാസത്തോടെ ഇപ്രകാരം ചെയ്യുന്ന ആളുകളുടെ പണിയും അറേബ്യൻ മുശ്രിക്കുകൾ വിഗ്രഹത്തിന്റെ മുമ്പിൽ ചെയ്യുന്ന പണിക്ക് തുല്യമാണ്. നമ്മൾ പറയുന്നതല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഈ വിധത്തിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടോ സഹോദരങ്ങളെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമൂഹം അധപ്പതനത്തിലേക്ക് പോകാതിരിക്കാനാണ് പ്രിയമുള്ളവരെ ഈ പറയുന്നത്. മാത്രല്ല പലയിടത്തും ഇപ്പൊ അടുത്ത് വിവാദം തീർന്നിട്ടില്ല ഒരു ഗോപൻ സ്വാമി സമാധിയായ കഥ. മുമ്പരെന്താ, ഒരു ഗോപൻ സ്വാമി സമാധിയായി, പത്രങ്ങള് വാർത്തകളൊക്കെ. എന്തിനാ ഗോപൻ സ്വാമിയുടെ അവിടേക്ക് പോണ്? നമ്മളെ ചില ജാറങ്ങളും അങ്ങനെ സമാധിയായിട്ടുണ്ട് എന്നാണ്. ജീവനോടെ മുപ്പരയിൽ പോയി ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് തുറന്നു നോക്കാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളൊരു കഥ വായിച്ച് കേൾപ്പിക്കാം. അടുത്തുള്ള കഥ തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കാസർഗോഡ് ജില്ലക്കാരല്ലേ? കാസർഗോഡിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ജില്ല ഏതാ? കണ്ണൂര്. കണ്ണൂര് സിറ്റിയിൽ ഹയാത്തുൽ മോമിനീൻ എന്നുള്ള പേരിൽ ഒരു മക്കാമുണ്ട്. ഹയാത്തുൽ മോമിനീൻ എന്നാണ് ആ മക്കാമിന്റെ പേര്. എന്താ ആ മുഖാമിന് ആ പേരിടാൻ കാരണം? കേട്ടോളൂ. ഒരു വലിയ പണ്ഡിതനും വലിയുമായ ഒരാളുണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്യാണ്? നിരവധി കറാമത്തുകൾ കാണിച്ചിരുന്ന മഹാന്,
ജനസമ്പർക്കം പ്രയാസമായപ്പോൾ, ആളുകളുടെ കൂട്ടത്തിലൊക്കെ ജീവിച്ചിങ്ങനെ ഒരു പ്രയാസം തോന്നിയപ്പോ ഒരിക്കൽ മൂപ്പര് മുരീദുമാരോട് പറഞ്ഞത്രേ, ഞാൻ ഖബറിലേക്ക് പോവുകയാണ്. നമ്മളെ ഗോപൻ സ്വാമി പറഞ്ഞമായി എന്റെ സമാധിയുടെ സമയമായിട്ടുണ്ട്, ഞാൻ പോവുകയാണ് എന്നറിയില്ലേ എന്നതുപോലെ ഇയാൾ പറഞ്ഞു എന്നാണ്, ഞാൻ ഖബറിലേക്ക് പോവുകയാണ്, 40 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കണം. മുരീദുമാരോട് പറഞ്ഞു 40 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വന്നിട്ടൊന്ന് തുറന്നു നോക്കണം എന്നും പറഞ്ഞ് മൂപ്പര് ഖുർആനുമായിട്ട് അതിലേക്ക് ഇറങ്ങി. പറഞ്ഞ പ്രകാരം 40-ാം ദിവസം ശിഷ്യന്മാർ ഖബർ തുറന്നു. അപ്പോൾ മഹാൻ ഖബറിലിരുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. 40 ദിവസം ഖബറിൽ കഴിഞ്ഞ് മൂടലിൽ തുറന്നു നോക്കുമ്പോ മൂപ്പർ അവിടെ കുത്തിരുന്ന് ഖുർആൻ ഓതേണ്. അപ്പൊ വന്ന ആൾക്കാരോട് പറഞ്ഞു അത്രേ, ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി ഭൂമുഖത്തേക്കില്ല, ഖബർ അടച്ചോളൂ. മൂപ്പര് ആൾക്കാരോട് പറഞ്ഞു, നീ ഞങ്ങളെ കൂട്ടത്തിലേക്കില്ല, ഖബറാണ്, മൂടിക്കോളൂ. അങ്ങനെ മൂപ്പര് ഖബറിൽ ഇങ്ങനെ ഹയാത്തിൽ കഴിയാണ് എന്നുള്ളത് കൊണ്ടാണ് അയാളുടെ ഖബറിന് എന്ത് പേര് വന്നത്? ഹയാത്ത് വലി. ഹയാത്ത് വലി എന്നാണ് ആ ഖബറിന്റെ ദർഗക്ക് പേരുള്ളത്. കണ്ണൂർ സിറ്റിയിലുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല. AP കാന്തപുരം വിഭാഗത്തിന്റെ പൂങ്കാവനം ബുക്സ് പ്രസിദ്ധീകരിച്ച കേരള സിയാറത്ത് ഡയറിയിൽ നിങ്ങൾ എഴുതിവിട്ട കഥയാണ്. ആലോചിച്ച് നോക്കണം. അപ്പൊ ജീവനോടെ ഖബറിലേക്കാണ് പോവുക, 40 ദിവസം അവിടെ ഇരുന്ന് ഖുർആൻ ഓതുക, തുറന്നു നോക്കുമ്പോഴും ഖുർആൻ ഓതന്നെയാണ്, ഒരു പ്രശ്നമല്ല. ആൾക്കാരോട് പറയണേ, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ്, മൂടിക്കോളൂ. സമാധിയായില്ലേ? ഈ പഴച്ച അന്ധവിശ്വാസം. ജീവനുണ്ടെങ്കിൽ അയാൾ അതിലിട്ട് മൂടിയത് ക്രിമിനൽ കുറ്റല്ലേ? ഒരാളെ ജീവനോടെ കുഴിച്ചു മൂടാൻ പാടുണ്ടോ? മാത്രല്ല, അയാൾ 40-40 ദിവസം ഖബറിലിരുന്നു എന്നാണ്. നിസ്കാരം ഒന്നും വേണ്ടേ? 40 ദിവസം എങ്ങനെ നിസ്കരിച്ചത്? വേണ്ട. മനുഷ്യൻ എന്ന നിലക്ക് പ്രകൃതിപരമായി മലവിസർജനം നടത്തണ്ടേ? മൂത്രയിക്കണ്ടേ? എവിടുന്നാ ചെയ്തത്? എങ്ങനെയാ ചെയ്തത്? ഭക്ഷണം കഴിക്കണ്ടേ? നിസ്കാരം വേണ്ടേ? എന്താ നിങ്ങൾ അവിടെ ചെയ്തത്? ഈ കഥയിൽ ചോദ്യമല്ലല്ലോ. സമാധിക്കാരനോട് TV-ക്കാരോട് പലരും ചോദിച്ചല്ലോ, ഉത്തരം ഉണ്ടായോ? മൂല്യന്മാരോടും ചോദിക്കണ്ട, സമാധിക്ക് ഉത്തരമില്ലാത്തതുപോലെ ഇതിനും ഉത്തരം ഉണ്ടാവില്ല. ഈ വിധത്തിലുള്ള കള്ളക്കഥകളാ പല ജാറങ്ങളും, പല ദർഗകളും, പല മക്കാമുകളും, പല ഉറൂസ് കമ്മിറ്റികളും. വരുമാനമുണ്ടാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം കണ്ണിൽ കണ്ടുകൊണ്ട് ഈ സമൂഹത്തെ സൃഷ്ടാവിൽ നിന്ന് അകറ്റിയിട്ട് സൃഷ്ടികളിലേക്ക് കൊണ്ടുപോകുന്ന ദുരവസ്ഥയാണ് സഹോദരങ്ങളെ ഉള്ളത്.